മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തോട് വഴങ്ങാതെ VM സുധീരൻ. പ്രതിപക്ഷ നേതാവ് വീട്ടിലെത്തി സുധീരനെ കണ്ടു. നേതൃത്വത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും തിരുത്തുമെന്നും VD സതീശൻ. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് K സുധാകരൻ. സുധീരനെ തിരികെ കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി. ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് TN പ്രതാപന്റെ കത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് അതൃപ്തി അറിയിച്ച VM സുധീരൻ. രാഷ്ട്രീയകാര്യ സമിതിയെ മറികടന്ന നേതാക്കൾ പല തീരുമാനങ്ങളും ഏകപക്ഷീയമായി എടുത്തുവെന്ന് വിമർശനം. രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കി. VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ VM സുധീരൻ. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. KPCC പുനഃസംഘടനാ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. VM സുധീരനുമായും മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തുമെന്നും AICC ജനറൽ സെക്രട്ടറി. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് P ചിദംബരം. പാലാ ബിഷപ്പ് നടത്തിയത് മതഭ്രാന്ത് വ്യക്തമാക്കുന്ന പരാമർശം. ബിഷപ്പ് ലക്ഷ്യമിട്ടത് മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനെന്നും വിമർശനം. ചിദംബരത്തെ തള്ളി K സുധാകരൻ. കേരളത്തിലെ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് കേരളത്തിലെ നേതാക്കളെന്ന് K സുധാകരൻ. സംസ്ഥാനത്ത് 17,951 പേർക്ക് കൂടി കോവിഡ്. 165 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സജീവമായി. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം. ബാറുകളുടെ പ്രവർത്തനം രാവിലെ 11 മുതൽ രാത്രി 9 വരെ. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ കേരളം സജ്ജമാണ്. കേന്ദ്ര മാർഗനിർദ്ദേശം വന്നാൽ വാക്സിൻ നൽകുമെന്നും ആരോഗ്യമന്ത്രി. സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ നിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്ന് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ. ഒരു സീറ്റിൽ ഒരു കുട്ടിയെ മാത്രം ഇരുത്തുന്നത് അപകടത്തിനിടയാക്കും. സ്കൂൾ ബസ്സിലെ നിയന്ത്രണം അധിക ഫീസ് ഈടാക്കുന്നതിന് കാരണമാകുമെന്ന് മാനേജ്മെന്റ്. ബസ്സുകൾ നിരത്തിലിറക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കിൽ ആശ്വാസം. 24 മണിക്കൂറുടെ 28,326 പോസിറ്റീവ് കേസുകളും 260 മരണവും. രാജ്യത്ത് ഇന്നലെ വാക്സിൻ സ്വീകരിച്ചത് 68.42 ലക്ഷം പേർ. ഇന്ത്യക്കാർക്കുള്ള യാത്രാ നിയന്ത്രണം നീക്കി കാനഡ. നാളെ മുതൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് അനുമതി നൽകും. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സംയുക്ത കർഷക കിസാൻ മോർച്ചയുടെ ഭാരത് ബന്ദ് നാളെ. കേരളത്തിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. അവശ്യ സർവീസുകളെ ഒഴിവാക്കി. പൊതുഗതാഗതം സ്തംഭിക്കും. നാളെ സാധാരണ സർവീസ് ഉണ്ടാകില്ലെന്ന് KSRTC. പഞ്ചാബിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചിരഞ്ജീത് സിംഗ് ചന്നി മന്ത്രിസഭയിൽ 15 അംഗങ്ങൾ. അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള 5 പേർ പുറത്ത്. റാണ ഗുർജീത് സിംഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ വിവാദം. BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റുമെന്ന വാർത്തകൾ തള്ളി K സുരേന്ദ്രൻ. മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയ അഭ്യൂഹമെന്ന് പ്രതികരണം. ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചകൾക്കായി സുരേഷ് ഗോപി ഡൽഹിയിൽ. സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടേക്കുമെന്ന് സൂചന. ഗുലാബ് ചുഴലിക്കാറ്റ് കര തൊട്ടു. ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരപ്രദേശത്തിനും ഒഡീഷയ്ക്കുമിടയിലാണ് ഗുലാബ് തീരം തൊട്ടത്. ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ അതീവ ജാഗ്രത. സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച ധനവകുപ്പ്. ഉത്തരവ് പുനരാലോചിക്കരുതെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് കുറിപ്പ് നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം ഏത് സമയത്തും പിൻവലിക്കാമെന്നും ട്രഷറി നിയന്ത്രണങ്ങൾ ബാധകമാകില്ലെന്നും ധനവകുപ്പ്. വ്യവസായ മേഖലയിലെ കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റുമെന്ന് മന്ത്രി P രാജീവ്. 111 പഴയ നിയമങ്ങൾ റദ്ദാക്കാൻ തീരുമാനം കൈക്കൊള്ളും. സർക്കാർ ഇതിനായി തയ്യാറെടുക്കുകയാണെന്നും വ്യവസായ മന്ത്രി. കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. സ്ഥാനങ്ങൾ നേതാക്കൾക്കായി വിഭജിക്കുന്നത് തുടരുകയാണെന്ന് വിമർശനം. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്നും VM സുധീരന്റെ പ്രതികരണം ഒറ്റപ്പെട്ടതല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. അന്താരാഷ്ട്ര നദീദിനത്തിൽ നദികൾ ശുചീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നദികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ. നദീദിനം രാജ്യത്തിന് പ്രധാനമാണെന്നും ഇത് ഇന്ത്യയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ദിനമെന്നും പ്രധാനമന്ത്രി. ഓണക്കിറ്റിനായി സപ്ലൈകോ ഏലക്ക വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട്. വിപണിയിൽ 1072 രൂപ വിലയുള്ള ഏലക്ക വാങ്ങിയത് 1700 രൂപയ്ക്ക്. രേഖകൾ 24-ന്. പരാതി സർക്കാരിന് മുന്നിൽ എത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം.
കോഴിക്കോട് പൊറ്റമ്മലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികൾ. 3 പേർക്ക് സാരമായ പരുക്ക്. അപകട കാരണം സ്ലാബിന് താങ്ങായി നൽകിയ ഇരുമ്പ് തൂണ് തെന്നിമാറിയതെന്ന് പ്രാഥമിക നിഗമനം. പുരാവസ്തു വിൽപ്പനക്കാരനെന്ന വ്യാജേന വൻ സാമ്പത്തിക തട്ടിപ്പ്. ചേർത്തല സ്വദേശി മോൻസൺ മാവുങ്കൽ അറസ്റ്റിൽ. പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തുവെന്ന് പരാതി. മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. മാവോയിസ്റ്റ് ബാധിത മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്ക് മുൻഗണന നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 10 മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളുടെ യോഗത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണി കുറഞ്ഞതായി കേരളം യോഗത്തിൽ അറിയിച്ചു. നവരാത്രി അവധിക്ക് ശേഷം സുപ്രീംകോടതി സിറ്റിംഗുകൾ പൂർണ്ണതോതിലാക്കുമെന്ന സൂചന നൽകി ചീഫ് ജസ്റ്റിസ് NV രമണ. ജഡ്ജിമാർക്ക് നേരിട്ട് വാദം കേൾക്കുന്നതിൽ പ്രശ്നമില്ലെന്നും ചില അഭിഭാഷകർ വിമുഖത കാണിക്കുകയാണെന്നും ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി വനിതാ അഭിഭാഷകർ ഒരുക്കിയ സ്വീകരണ ചടങ്ങിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കണ്ണൂർ താണയിൽ ഇരുനില കെട്ടിടത്തിന് തീപിടിച്ചു. ദേശീയപാതയ്ക്ക് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീപിടുത്തം. 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണച്ചു. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും ചോദ്യം ചെയ്യൽ തുടങ്ങും. 2 പ്രതികളോട് ചൊവ്വാഴ്ച തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാൻ നിർദ്ദേശം. കവർച്ചാ പണത്തിലെ ബാക്കി തുക കണ്ടെത്തുക ലക്ഷ്യം. രോഹിണി കോടതി വെടിവയ്പിൽ അറസ്റ്റിലായ പ്രതികളെ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഉമംഗ് യാദവ്, വിനയ് എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യ ആസൂത്രകൻ ടില്ലു താജ്പുരി എന്ന് പോലീസ്. ഗോഗിയെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് മണ്ഡോലി ജില്ലയിൽ നിന്നും കണ്ടെത്തൽ. സാങ്കേതിക സർവകലാശാലയുടെ നാളത്തെ പരീക്ഷകൾ മാറ്റി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല നാളെ നടത്താനിരുന്ന BHMCT 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ മാറ്റി. തിയറി പരീക്ഷ ഒക്ടോബർ 6 നടക്കും. ഒക്ടോബർ 6 നടത്താൻ തീരുമാനിച്ചിരുന്ന ലാബ് പരീക്ഷകൾ ഒക്ടോബർ 21 നടക്കും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. ഇടുക്കിയിലെ മറയൂരിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ സഹോദരിമാരായ 4 സ്ത്രീകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രദേശവാസികളായ ജയറാണി, ജമുന, വൃന്ദ, ശൈലജ എന്നിവർക്കെതിരെയാണ് കേസ്. മറയൂർ ബാബുനഗർ സ്വദേശി മോഹൻരാജിനാണ് മർദ്ദനമേറ്റത്. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശിൽ മന്ത്രിസഭാ വികസനം. 7 പുതുമുഖങ്ങളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മന്ത്രിസഭാ വികസനം. നോയിഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 7 അംഗ സംഘം പിടിയിൽ. ഉദ്യോഗാർത്ഥികളെ നേരിട്ടെത്തിയാണ് കബളിപ്പിച്ചതെന്ന് പോലീസ്. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന. അന്വേഷണം ഊർജിതം. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് അനിവാര്യമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പിന്നാക്ക വിഭാഗത്തെ തിരിച്ചറിഞ്ഞ് വേണ്ടതായ നടപടി സ്വീകരിക്കാൻ ഉപകരിക്കുമെന്നും ബീഹാർ മുഖ്യമന്ത്രി. ഗർഭഛിദ്രത്തിന് പുതിയ നിയമ ഭേദഗതി. 2 ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടുണ്ടെങ്കിൽ 24ാം ആഴ്ചയിലും ഗർഭഛിദ്രം നടത്താൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി നിലവിൽ വന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില പരിഗണിച്ചുകൊണ്ടാണ് നിയമ ഭേദഗതി. ബന്ദിപ്പോരയിൽ 2 ഭീകരരെ വധിച്ച സുരക്ഷാ സൈന്യം. വത്നിരയിലും ഏറ്റുമുട്ടൽ തുടരുന്നു. BJP നേതാവ് വസീം ബാരിയെ വധിച്ച തീവ്രവാദിയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് റിപ്പോർട്ട്. ഡൽഹി പോലീസ് സേനയിൽ അടിമുടി മാറ്റം. മാനവ വിഭവശേഷി വിഭാഗം പ്രവർത്തനം തുടങ്ങി. പേഴ്സണൽ മാനേജ്മെന്റ്, പരിശീലനം, ക്ഷേമം തുടങ്ങിയവ പുതിയ വിഭാഗത്തിനു കീഴിൽ. ട്രാഫിക് യൂണിറ്റിന്റെ പുതിയ പേര് ട്രാഫിക് മാനേജ്മെന്റ് ഡിവിഷൻ. ക്രമസമാധാന ചുമതല 2 വിഭാഗമായി തിരിച്ചു. S മൽഹോത്ര സൈബർ സെൽ മേധാവി. തമിഴ്നാട്ടിൽ 2 ദിവസമായി തുടരുന്ന പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് 2512 ഗുണ്ടകളെ. ഇവരിൽ 244 പേർ പിടികിട്ടാപ്പുള്ളികൾ. സ്റ്റോമിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ തെരച്ചിൽ നടത്തിയത് DGPയുടെ നിർദ്ദേശപ്രകാരം. 929 മാരകായുധങ്ങൾ പിടികൂടി. ബോളിവുഡ് താരം ആലിയ ഭട്ട് അഭിനയിച്ച പരസ്യ ചിത്രത്തിനെതിരെ ഹിന്ദു അനുകൂല സംഘടനകളുടെ പ്രതിഷേധം. വിവാഹ ചടങ്ങായ കന്യാദാനത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധം. സിനിമാ ചിത്രീകരണത്തിന് നിരക്കുകൾ പ്രഖ്യാപിച്ച് കിഴക്കൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. പ്രതിദിനം അടയ്ക്കേണ്ടത് 75,000 രൂപ. ബോധവത്കരണ വീഡിയോകൾ ചിത്രീകരിക്കുന്നതിന് ഇളവ്. മുംബൈയിലെ ബൈക്കുള ജയിലിൽ കോവിഡ് വ്യാപനം. 10 ദിവസത്തിനിടെ സ്ഥിരീകരിച്ചത് 39 പോസിറ്റീവ് കേസുകൾ. 120 തടവുകാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കിയെന്ന് ജയിൽ അധികൃതർ. 15 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ തുടങ്ങി. സ്ക്രാപ്പിംഗിനായി രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും. ഇവ പൊതുനിരത്തുകളിൽ പാർക്ക് ചെയ്യുന്നതിനും അനുമതിയില്ല. റോം സന്ദർശനം തടഞ്ഞ സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഒക്ടോബർ 6, 7 തീയതികളിൽ നിന്നുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയത്. രാജ്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുകയാണ് വിദേശകാര്യ മന്ത്രാലയം ചെയ്തതെന്ന് മമതാ ബാനർജി.
അന്താരാഷ്ട്ര വാർത്തകൾ. ഇസ്രായേൽ പലസ്തീൻ അതിർത്തിയായ വെസ്റ്റ് ബാങ്കിൽ വെടിവയ്പ്, 4 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 2 ഇസ്രായേൽ സൈനികർക്ക് സാരമായി പരുക്കേറ്റു. ആക്രമണം ഉണ്ടായത് മേഖലയിലെ ഹമാസ് ഇസ്ലാമിസ്റ്റ് സംഘത്തിനെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിൽ. എയർലൈൻ കമ്പനികളോട് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് താലിബാൻ. എയർലൈൻ കമ്പനികളോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കാബൂൾ വിമാനത്താവളത്തിലെ പ്രതിസന്ധികൾ പരിഹരിച്ചെന്നും താലിബാൻ. ജപ്പാനിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് റിപ്പോർട്ട്. സെപ്റ്റംബർ 28-ന് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ജാപ്പനീസ് ആരോഗ്യമന്ത്രി. രാജ്യത്തെ ജനസംഖ്യയുടെ 56% പേർ 2 വാക്സിനേഷനുകളും പൂർത്തിയാക്കിയെന്നും ആരോഗ്യമന്ത്രി. ജർമ്മനിയിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനായുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ജർമ്മൻ ചാൻസലർ എൻഗല മേർക്കൽ സ്ഥാനമൊഴിയും. മേർക്കലിന്റെ കൺസർവേറ്റീവ് പാർട്ടിയും പ്രതിപക്ഷമായ സോഷ്യൽ ഡെമോക്രാറ്റ്സും ഇഞ്ചോടിഞ്ച് പോരാട്ടം. റുവാണ്ടൻ വംശഹത്യയിൽ തടവിൽ കഴിഞ്ഞിരുന്ന മുൻ ആർമി കേണൽ തിയോനസ്റ്റെ ബഗോസോറ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. 1994-ലെ കൂട്ടക്കൊലയിൽ 8 ലക്ഷത്തോളം പേരെ കൊലപ്പെടുത്തിയ കേസിൽ 35 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് മാലിയിലെ ജയിലിലായിരുന്നു. ചരിത്രത്തിലാദ്യമായി പാർലമെന്റിൽ 50%-ലേറെ വനിതാ പ്രതിനിധികളുള്ള ആദ്യ യൂറോപ്യൻ രാജ്യമായി ഐസ്ലൻഡ്. 63 സീറ്റുകളിൽ 33 സീറ്റുകളിലും സ്ത്രീകൾ വിജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രത്യേക സംവരണം ഇല്ലാത്ത രാജ്യമാണ് ഐസ്ലൻഡ്. ഷിക്കാഗോയിൽ ട്രെയിൻ പാളം തെറ്റി 3 മരണം, നിരവധി പേർക്ക് പരുക്ക്. അപകടം മൊണ്ടാനയിൽ. ട്രെയിനിലുണ്ടായിരുന്ന 13 ജീവനക്കാരും 147 യാത്രക്കാരും. ടുണീഷ്യയിൽ അധികാരം പിടിച്ചെടുത്ത പ്രസിഡന്റ് ഖെയ്സ് സയ്യിദിനെതിരെ പ്രതിഷേധം. തലസ്ഥാനമായ ട്യൂണിസിൽ അണിനിരന്ന് 100 കണക്കിന് പേർ. പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യം. രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. ബലൂചിസ്ഥാനിൽ ബോംബ് സ്ഫോടനത്തിൽ 4 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരുക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നിരോധിത സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് കാനഡയിൽ ആർട്ടിക് സെയിൽ സംഘടിപ്പിക്കും. ഫ്രഞ്ച് കായിക സംഘമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത് 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർ. സ്പോർട്സ് ന്യൂസ്. പ്രതിരോധ നിര താരം കരൺ അമീൻ ജംഷഡ്പൂർ FC-യിൽ തുടരും. പുതിയ കരാർ ഒപ്പുവെച്ചതായി സ്ഥിരീകരണം. കരാർ നീട്ടിയത് 1 വർഷത്തേക്ക്. ഓസ്ട്രേലിയയുടെ വിജയക്കുതിപ്പിന് തടയിട്ട് ഇന്ത്യൻ വനിതകൾ. 3-ാം ഏകദിനത്തിൽ ഇന്ത്യയുടെ വിജയം 2 വിക്കറ്റിന്. ഓസ്ട്രേലിയ ഇറങ്ങിയത് തുടർച്ചയായ 27-ാം ഏകദിന ജയം തേടി. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ മോശം ഓവർ റേറ്റിന് സഞ്ജു സാംസണ് പിഴ. IPL ഗവേണിംഗ് കൌൺസിൽ രാജസ്ഥാൻ നായകനെതിരെ പിഴ ചുമത്തുന്നത് തുടർച്ചയായ 2-ാം തവണ. തെറ്റാവർത്തിച്ചാൽ വിലക്ക് നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ 172 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങി ചെന്നൈ സൂപ്പർ കിങ്സിന് പൊരുതുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എന്ന നിലയിൽ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് മത്സരം അല്പസമയത്തിനകം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരായ ലിവർപൂളിനെ സമനിലയിൽ തളച്ച് ബ്രെന്റ്ഫോർഡ്. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ തളച്ചത് 3-3-ന്. 14 പോയിന്റുമായി ലിവർപൂൾ ഒന്നാമത്. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ഇന്ന് നിർണായക പോരാട്ടം. വൈകിട്ട് 7:45-ന് നടക്കുന്ന മത്സരത്തിൽ ലെവാന്റയെ നേരിടും. പരുക്കുമാറിയെത്തിയ അൻസു ഫാറ്റി ഇന്ന് ബാഴ്സയ്ക്കായി കളത്തിലിറങ്ങും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ആഴ്സണൽ ടോട്ടനം പോരാട്ടം. ISL അടുത്ത സീസൺ മുതൽ ഒരു ടീമിന് കളിക്കേണ്ട മത്സരങ്ങൾ 30 വർദ്ധിപ്പിക്കും. 2022-23 സീസണിൽ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് 3 വർദ്ധിപ്പിക്കാൻ തീരുമാനം. അടുത്ത സീസൺ മുതൽ റെലഗേഷനും പ്രൊമോഷനും നടപ്പാക്കും. ജില്ലാ വാർത്തകൾ. മുൻ പോലീസ് മേധാവി KV രാജഗോപാലൻ നായർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. KV രാജഗോപാലൻ നായർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് 1996-ൽ. സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. ലോക ബഹിരാകാശ വാരാചരണത്തോട് അനുബന്ധിച്ച് വെർച്വൽ ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. പരിപാടി ഒക്ടോബർ 5-ന് രാവിലെ 9:30-ന്. പൊതുജനങ്ങൾക്കായുള്ള ഓൺലൈൻ പരിപാടിയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാം. ബഹിരാകാശ മേഖലയിലെ നൂതന സാങ്കേതിക മുന്നേറ്റങ്ങളെപ്പറ്റി വിദഗ്ധർ പ്രഭാഷണം നടത്തും. കോടികൾ വില വരുന്ന മയക്കുമരുന്നുമായി ചിറയിൻ കീഴിൽ 5 യുവാക്കൾ പിടിയിൽ. 62 ഗ്രാം MDMA-യും 2 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. കൊല്ലം കടയ്ക്കലിൽ കത്തിക്കുത്തേറ്റ് മധ്യവയസ്കൻ ഗുരുതരാവസ്ഥയിൽ. കുത്തേറ്റത് വയലാ സ്വദേശി സണ്ണിക്ക്. അയൽവാസിയായ രാജു അറസ്റ്റിൽ.
കൊല്ലം കടയ്ക്കലിൽ ലോറി ഡ്രൈവർക്ക് മർദ്ദനം, പരുക്കേറ്റത് കടയ്ക്കൽ സ്വദേശി അനീഷിന്. അർദ്ധരാത്രിയിൽ വിളിച്ചുവരുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതി. കരുനാഗപ്പള്ളിയിൽ അസംഘടിത തൊഴിലാളികൾക്കായുള്ള ID കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. ക്യാമ്പ് സംഘടിപ്പിച്ചത് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC-യുടെ നേതൃത്വത്തിൽ. കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ച CR മഹേഷ് MLA. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിൽ നടപടി. 15 മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കി. നടപടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അടക്കം വിട്ടുനിന്നവർക്കെതിരെ. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പങ്കെടുത്ത നേതൃയോഗത്തിലാണ് തീരുമാനം. പത്തനംതിട്ട ജില്ലയിൽ 623 പേർക്ക് കൂടി കോവിഡ്. 622 പേർക്കും സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 8,855 പേർ. പത്തനംതിട്ടയിലെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടായി ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് നൽകി ചിത്രകാരി ജസ്ന സലീം. തത്വമസി കുടുംബം വഴിപാടായി സമർപ്പിച്ചതാണ് ചിത്രം. ആലപ്പുഴ ജില്ലയിൽ 975 പേർക്ക് കൂടി കോവിഡ്. 360 പേർക്ക് രോഗമുക്തി. TPR 13.8%. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 9,140 പേർ. കോട്ടയം ചെമ്പിൽ യുവാവും യുവതിയും മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് ആളൊഴിഞ്ഞ പറമ്പിൽ. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇടുക്കി സത്രത്തിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ജില്ലയിലെ ആദ്യ എയർ സ്ട്രിപ്പിന് വനംവകുപ്പിന്റെയും പൂർണ്ണ പിന്തുണ. വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച കോട്ടയം DFO N രാജേഷ് നിർമ്മാണത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. എയർ സ്ട്രിപ്പിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വനംവകുപ്പ് തടസ്സം ഉന്നയിച്ചിരുന്നു. മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി സിയാലിന്റെ സൗരോർജ്ജ ബോട്ട് ഉപയോഗിക്കാൻ ധാരണ. സിയാലും മുസ്രിസ് ഹെറിറ്റേജ് പ്രോജക്ട് ലിമിറ്റഡും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇത്തവണ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ ഓടുന്ന തരത്തിലാണ് സൗരോർജ്ജ ബോട്ടിന്റെ രൂപകൽപ്പന. ഒലിയപ്പുറത്ത് തരിശുഭൂമിയിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. കൃഷി നടത്തിയത് തിരുമാറാടിയിലെ അതുല്യ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കലൂർ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം നടന്നു. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കവി സമാജം അവാർഡ്, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ എക്സലൻസ് എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ അങ്കൽവാടി പ്രോജക്ട് സമ്മേളനം AP കുര്യൻ സ്മാരക ഹാളിൽ നടന്നു. ഉദ്ഘാടനം ചെയ്ത് CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു. സ്വകാര്യ കമ്പനിയിലേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിനായി കോതമംഗലത്ത് പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതായി പരാതി. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ നീക്കം ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി. സ്ഥലത്തിന് പട്ടയമുണ്ടെന്നും 85 വർഷമായി താമസിക്കുന്ന ഇടമെന്നും കുടുംബങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി മൂലം കേസ് നടത്താൻ കഴിയുന്നില്ലെന്ന് പരാതി. ബൈക്ക് തട്ടി തൃപ്രയാർ ക്ഷേത്രത്തിലെ ദേവസ്വം ജീവനക്കാരൻ മരിച്ചു. തൃപ്രയാർ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. അപകടമുണ്ടായത് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങവേ തൃപ്രയാർ പാലത്തിന് സമീപം. കോവിഡ് പരിശോധനയും ചികിത്സയും നടക്കുന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഇല്ലാതായിട്ട് 4 മാസം. പുതിയ നിയമനത്തിന് ഉത്തരവിറങ്ങിയിട്ടും പരിഹാരമില്ല. സൂപ്രണ്ടായിരുന്ന ഡോക്ടർ താജ് പോൾ പനക്കൽ മെയ് മാസത്തിൽ സ്ഥലം മാറ്റമായി പോയ ശേഷം ഇതുവരെ നിയമനം നടത്തിയിട്ടില്ല. KG നീലകണ്ഠൻ അനുസ്മരണം സംഘടിപ്പിച്ച CPIM പട്ടാമ്പി തിരുമിറ്റക്കോട് ലോക്കൽ കമ്മിറ്റി. വെള്ളടിക്കുന്ന് സെന്ററിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. തൃത്താല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ജനാർദ്ദനൻ, T രാമൻകുട്ടി, തിരുമിറ്റക്കോട് ലോക്കൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ പ്രതിരോധ രംഗത്തെ ഏക പാർക്കായ ഒറ്റപ്പാലം കിൻഫ്ര പ്രതിരോധ പാർക്കിൽ ആദ്യ കമ്പനി പ്രവർത്തനം തുടങ്ങി. തോക്കുകൾക്കുള്ളിലെ തേർമൽ വെപ്പൺസ് സൈറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് പ്രവർത്തനം തുടങ്ങിയത്. പ്രതിരോധ പാർക്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടത്തിലാണ് കമ്പനിക്ക് കിൻഫ്ര സ്ഥലം അനുവദിച്ചത്. അരവിന്ദ് നിലാവ് 500ാം മജ്ലിസിന്റെ ഭാഗമായി അവതരിപ്പിച്ച പദ്ധതികളിൽ ആദ്യ പദ്ധതിയായ വീൽ ചെയർ സമർപ്പണം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നു. ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്കും വീൽ ചെയറുകൾ നൽകുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ. നിലമ്പൂർ റെയിൽവേയെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് റിലേ സത്യഗ്രഹ സമരവുമായി റെയിൽവേ ആക്ഷൻ കൗൺസിൽ. റെയിൽവേ സ്റ്റേഷന് മുന്നിലെ സമരം ഉദ്ഘാടനം ചെയ്ത് PK ബഷീർ MLA. ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കോഴിക്കോട് സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സൈക്ലത്തോൺ കാലിക്കറ്റ് കാർഡിയോളജി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഖാദർ മുനീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈക്ലത്തോൺ സംഘടിപ്പിച്ചത് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, കാലിക്കറ്റ് കാർഡിയോളജി ക്ലബ്ബ്, IMA കോഴിക്കോട് ബ്രാഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ. സംഗീതാധ്യാപകനും സംഗീത സംവിധായകനുമായി 5 പതിറ്റാണ്ട് പിന്നിട്ട വേഴപ്ര നാണുക്കുട്ടൻ മാസ്റ്ററെ ആദരിച്ചു. യുവകലാസാഹിതി രാമനാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. കോഴിക്കോട് ആകാശവാണിയിൽ A ഗ്രേഡ് കമ്പോസറായി പ്രവർത്തിച്ച നാണുക്കുട്ടൻ മാസ്റ്റർ നിരവധി ഭക്തിഗാനങ്ങൾക്കും ആൽബങ്ങൾക്കും സീരിയലുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു.
പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ക്രമക്കേടിന് പിന്നിലുള്ളവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വിഷയത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതായും പ്രവീൺകുമാർ. ആകാശവാണിയുടെ അമരക്കാരനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ AP മെഹർ അലി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ആകാശവാണി കോഴിക്കോട് ദേവികുളം നിലയങ്ങളിൽ പ്രോഗ്രാം മേധാവിയായും കണ്ണൂർ ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചു. ഖബറടക്കം കോഴിക്കോട് ഫറൂഖ് പേട്ട ഖബറിസ്ഥാനിൽ നടന്നു. കോഴിക്കോട് ഫറോക്ക് പഴയ ഇരുമ്പ് പാലം നവീകരിക്കുന്നു. നിലവിലെ കേടുപാടുകൾ തീർക്കുന്നതിനൊപ്പം കെട്ടുറപ്പിനെ ബാധിക്കാത്ത നിലയിൽ സുരക്ഷയും ഉറപ്പാക്കും. പദ്ധതി ചെലവ് 88 ലക്ഷം രൂപ. വയനാട് ജില്ലയിൽ 502 പേർക്ക് കൂടി കോവിഡ്, 968 പേർക്ക് രോഗമുക്തി. GPR 18.21%. കണ്ണൂർ ജില്ലയിൽ 646 പേർക്ക് കൂടി കോവിഡ്, 631 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. GPR 11.91%. കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ആയുഷ്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ എണ്ണം 158 ആക്കുമെന്ന് മന്ത്രി. രോഗികൾക്ക് പോർട്ടലിലൂടെ ഡോക്ടേഴ്സിനെ കാണാം. കണ്ണൂർ പെരിങ്കിരിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. പെരിങ്കിരി സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. ഭാര്യ രജനിക്ക് ഗുരുതര പരുക്ക്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ 200 പേർക്ക് കൂടി കോവിഡ്, 306 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്ന 2731 പേർ. ജില്ലയിലെ 6 വിദ്യാലയങ്ങളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് തുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. ഇതോടെ ജില്ലയിൽ 36 സർക്കാർ വിദ്യാലയങ്ങളിലും 9 എയ്ഡഡ് വിദ്യാലയങ്ങളിലുമായി 42 വിദ്യാലയങ്ങളിൽ SPC യൂണിറ്റായി. KSTP റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിച്ച DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റി. പ്രതിഷേധം ഉദുമ, ചെമ്മനാട്, ബേക്കൽ എന്നീ കേന്ദ്രങ്ങളിൽ. ധർണ ഉദ്ഘാടനം ചെയ്ത് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മണികണ്ഠൻ. എന്റർടൈൻമെന്റ് ന്യൂസ്. ചിരുത എന്ന സംഗീത ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ശ്രുതി ശരണ്യമാണ് സംവിധാനം. രമ്യ സുവിയും മകൻ ബോധയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. KGF ഫിലിപ്പ് സംവിധാനം ചെയ്യുന്ന സ്വപ്നസുന്ദരിയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. അരികത്തായി അഴകെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു മോഹനകൃഷ്ണൻ. കാണാനായി കനവേ അതിലേറെ കൊതിയായി നീ എന്നിൽ പടരും നിമിഷം. നടി ഭാവന കേന്ദ്ര കഥാപാത്രമാകുന്ന കന്നഡ ചിത്രം ബജ്രംഗി 2വിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ശിവരാജ് കുമാറാണ് നായകൻ. ഒക്ടോബർ 29 ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. അസമിൽ പോലീസുകാരന്റെ ക്രൂരത എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. അസമിലെ ദരംഗിൽ ഭൂമി ഒഴിപ്പിക്കലിനിടെ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഗ്രാമവാസിയുടെ മൃതദേഹത്ത് കയറി നിന്ന് ചവിട്ടിമെതിച്ച ക്യാമറാമാന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിരുന്നല്ലോ. ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു വ്യാജ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമം, 100 കണക്കിന് പേരെ കൊല്ലുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന വീഡിയോ 2011-ലേതാണ്. ബീഹാറിലെ അരാരിയ ജില്ലയിലെ ഫോർബർസ്ഗഞ്ച് വ്യാവസായിക മേഖലയിൽ നടന്ന പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് വ്യാജ അടിക്കുറിപ്പിൽ പ്രചരിക്കുന്നത്. മേഖലയിൽ പോലീസ് വെടിവെപ്പിൽ അന്ന് 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേരാണ് അസമിലെ ദരംഗ് ജില്ലയിലെന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് 33 രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണം പിൻവലിച്ച അമേരിക്ക. ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ചു. വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് നവംബർ മുതൽ അമേരിക്കയിൽ പ്രവേശിക്കാം. ആന്ധ്രാപ്രദേശിൽ 1184 പേർക്ക് കൂടി കോവിഡ്, 24 മണിക്കൂറിടെ 11 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. 1333 പേർ രോഗമുക്തരായി. ബെൽജിയൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡീസിന്റെ ലൂയിസ് ഹാമിൽട്ടണ് വിജയം. ഹാമിൽട്ടണിന്റെ കരിയറിലെ 100ാമത് ഗ്രാൻഡ് പ്രി വിജയം. ലണ്ടൻ പാർക്കിൽ പ്രൈമറി സ്കൂൾ അധ്യാപിക കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് 38കാരനെന്ന് പോലീസ്. അധ്യാപികയുടെ മരണത്തോടെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചത് 2 വിക്കറ്റിന്. ന്യൂസ് അവസാനിക്കുന്നു.